ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഇന്നത്തെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെയുള്ള ലിഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇത് നമ്മൾ ഇവിടെ യോഗേർട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന യോഗേർട്ടിൻ്റെ കണ്ടെയ്നറിൻ്റെ ലിഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെയുള്ള 3 ലിഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഈ ലിഡ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിഡ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വരച്ചെടുക്കാം. വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചെടുത്ത ആ സർക്കിൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലിഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് 3 സർക്കിൾസും വേണം. അപ്പോൾ ഇതുപോലെ ഞാൻ 3 സർക്കിൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ 3 പ്രിൻ്റ് ഔട്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഗെയിം ക്യാരക്ടേഴ്സോ നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞുൻ്റെയും ഡൂഡിൻ്റെയും ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. ലിറ്റിൽ കൃഷ്ണ, ടോം ആൻഡ് ജെറി, പിന്നെ മിക്കി ആൻഡ് മിനി മൗസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പ്രിൻ്റ് ഔട്ടിന് മേലെ ഇതുപോലെ ലിഡ് വെച്ച് കൊടുത്തിട്ട് പെൻസിൽ വെച്ച് വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതും സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സർക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ലിഡ് റെഡിയാണ്, പിന്നെ പ്രിൻ്റ് ഔട്ടും റെഡിയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാർഡ്ബോർഡ് സർക്കിൾസും എടുത്തിട്ട് അതിന് മേലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 3 സർക്കിൾസും നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. 3 എണ്ണം ഞാൻ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് യോഗേർട്ടിൻ്റെ ലിഡ് എടുക്കാം. അതിൻ്റെ ഈ ഒരു സൈഡിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു സ്ട്രിപ്പ്, തിന്നായിട്ടുള്ളൊരു സ്ട്രിപ്പ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ സ്പേസിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 3 ലിഡിലും 3 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 ലിഡും ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പല ഷേപ്സ് ഉണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റാർ, ഹാർട്ട് ഷേപ്പ്, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. ഇനി ഇത് നമ്മുടെ പിക്ചറിൻ്റെ ചുറ്റും ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിക്ചറിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ വേണം ഗ്ലൂ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോഗേർട്ടിൻ്റെ ലിഡ് എടുക്കാം. അതിന് ചുറ്റും ഇതുപോലെ ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ചെറിയ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പിക്ചറിൻ്റെ മേലെയായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള 2 പിക്ചറും കൂടെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത പിക്ചറിൽ നമുക്ക് സീക്വൻസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ക്രാഫ്റ്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഇതുപോലെ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പേപ്പർ പഞ്ചർ യൂസ് ചെയ്തിട്ടൊന്ന് പഞ്ച് ചെയ്തെടുക്കാം. 3 ഡിഫറെൻറ്റ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതൊന്ന് പഞ്ച് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ അടുത്ത പിക്ചർ എടുക്കാം. അപ്പോൾ എന്താ ഞാനിവിടെ ടോം ആൻഡ് ജെറിയുടെ പിക്ചറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പഞ്ച് ചെയ്തെടുത്ത ആ പീസസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യോഗേർട്ടിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി ഗ്ലിറ്റർ ഫോമിൻ്റെ സ്ട്രിപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി 3ാമത്തെ പിക്ചർ ഞാൻ ഗ്ലിറ്റർ ഫോമിൻ്റെ ഷീറ്റാണ് ഇതുപോലെ പഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്നിടവിട്ട് നമ്മുടെ പിക്ചറിൻ്റെ ചുറ്റും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 3 ഡിഫറെൻറ്റ് ഡിസൈൻസാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഹാളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ കബേർഡ്സിൻ്റെ മേലെയൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ആക്കിയിടുക.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു പുതിയ ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.